ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് ഫോട്ടോ വെച്ച് വരെ ഒന്ന് പോകണം. എന്നിട്ട് പോകുന്നു, ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ, ഡോർ തുറക്കുന്നു. ഹലോ, ഞാൻ അൻവർ റഷീദ്. നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ. ആ റാപ്പ് ലൈക്ക് വോക്കൽ ആക്ച്വലി തലയുടെ ഇടയിലുള്ള റാപ്പ് ഉണ്ടല്ലോ, അർജുൻ ശശിയാണത് റാപ്പ് ചെയ്തിരിക്കുന്നത്. അത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഭയങ്കര പ്രണയം തുളുമ്പുന്ന റൊമാൻറ്റിക് ട്രാക്കുകൾ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നല്ല കണക്ട് ആവുന്നത്. അടിപൊളി, സൂപ്പർ. ചേഞ്ച് ആവട്ടെ. എനിക്ക് അണ്ണൻ തമ്മിലോട്ടാണ് കണക്ട് ആണോ? ആവുന്നത്. എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആ പാട്ടിനെ പറ്റി ഉണ്ടായിട്ടുണ്ടല്ലോ. ഈവൻ അതിന്റെ ടൈറ്റിൽ പോലും തെറ്റിച്ചാണ് ലിങ്കുകളിലൊക്കെ ഇട്ടെങ്കിൽ രാ ചാറ്റണ പേക്കാളി. ആരും ചോദിക്കാത്തൊരു കാര്യം താങ്കൾ ചോദിച്ചു, ആൽഫിപ്പ് എന്നോട് ചോദിച്ചു. പീപ്പിൾ ഓൾവേസ് ഗോ ഫോർ കണ്ണാടി വാതിൽ ഓർ ഹേമന്തം ഓർ ലൈലാഗ്. അതിന് പകരം ഒരു രാജാട്ടന്റെ പേക്കാളിനെ പറ്റി എന്നോട് ഒരു പക്ഷെ ഒരാൾ ആദ്യമായിട്ട് ചോദിക്കാം. മായ ബസാർ എന്ന് പറഞ്ഞൊരു പടത്തിലെ പാട്ടുകള് ആദ്യമായിട്ട് കേട്ടപ്പോൾ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ചോട്ടാ മുംബൈയുടെ മ്യൂസിക്കിന് അത്ര നല്ല റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത സൈറ്റുകൾ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ മ്യൂസിക് ഇസ് ടു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ടു മോഡേൺ സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഹൈ നോട്ട്സ് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പാടുന്ന പാട്ടുകൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ പ്രമദവനൊക്കെയാണ്, അതെനിക്ക് പറ്റില്ല. പിന്നെ റോജ ഹാപ്പൻ ഇങ്ങനെയുണ്ടോ? ഇതിന്റെ പുറകിൽ ഒരു ഉണ്ടാക്കുന്ന ആളുണ്ടല്ലേ, ഒരു കീബോർഡ് കൈ കിട്ടി. അച്ഛൻ എനിക്കൊരു റോളണ്ട് XP 850 കീബോർഡ്, ആ സമയത്ത് 75,000 രൂപ എന്തൊക്കെ, പുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് മേടിച്ചതാ. എന്നെ കൂടെ ചെന്നൈ പോയി, ഞാനും പുള്ളിയും കൂടെ അച്ഛനും കൂടെ ചെന്നൈ പോയിട്ട് പ്രോ മ്യൂസിക് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് അത് മേടിച്ചു. അപ്പൊ AR റഹ്മാൻ എന്താ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കണേ. ഈ ഉള്ളിനുള്ളിൻ നനവല്ലേ, ഈ തീരത്തെത്തും തണലല്ലേ, ഉയിരിന്റെ തേനേ നല്ലിടയനും നീയേ. അടിപൊളി. ദ ക്യൂ ഷോ ടൈമിൽ രാഹുൽ രാജ്, വെൽക്കം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളതൊരു വിഷ്വലാണ്. ചോട്ടാ മുംബൈയുടെ തുടക്കത്തില് മാർട്ടിൻ റക്കാട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം മരിച്ചു കിടക്കുന്നു. അവിടുന്ന് ഒരു വൈറ്റ് ഷോട്ടില് കൊച്ചി കായൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആക്ഷൻ എന്നുള്ളൊരു കോള് വരുന്നു, പതിയെ ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ വരുന്നത് ഈ ബിൽഡിങ്ങിന് മുകളിലൊക്കെ 4 കുട്ടികള്, ഇവരുടെ കളിത്തോക്ക്. അവിടെ നിന്ന് ഈ പടത്തിന്റെ തീം റിവീൽ ചെയ്യുന്നു, ടൈറ്റിൽ വരുന്നു, ഈ ചോട്ടാ മുംബൈ വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ലാർജ് സ്കെയിൽ കമേഴ്ഷ്യൽ സിനിമയിലെ ആളുകളുടെ ഫസ്റ്റ് ഹുക്ക് എപ്പോഴും ടൈറ്റിൽ റിവീലിംഗ് ആണ്. പിന്നെ ഹീറോ എൻട്രി, ഇതെല്ലാം വരുന്നുണ്ട്. തീം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പെർട്ടിക്കുലർ സീക്വൻസിൽ ഇത് ബ്ലെൻഡ് ആവുന്ന ഉറപ്പിക്കുന്നത് ഇവിടെ ആളുകൾ ഇരിക്കുന്ന ഉറപ്പിക്കുന്നത്. അതെ, എന്താ എന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ആ പ്രോസസ്സ് ആക്ച്വലി ആ തീം തന്നെയാണ് ആദ്യം ഉണ്ടായത്. ആ തീം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചോട്ടാ മുംബൈയിൽ ഭാഗമായത് പോലും. എന്താ ഡിമൽ ഡെന്നിസ് എന്ന് പറഞ്ഞിട്ട് വലിയ പെരുന്നാളുടെ ഡയറക്ടർ, ഞങ്ങൾ ഒരുമിച്ച് ആഡുകൾ സ്ക്രാച്ചുകൾ ചെയ്ത് കൊടുക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ചെയ്യുക, റിജക്റ്റ് ആവുക, ചെയ്യുക, റിജക്റ്റ് ആവുക. അപ്പൊ അങ്ങനെ ചെയ്ത കുറെ സാധനങ്ങൾക്ക് അൻവർ കേൾക്കാനിടയായി. ഇപ്പൊ എനിക്ക് അൻവറിന് ആ സമയത്ത് പരിചയമില്ല. ഒരു ദിവസം നമ്മൾ അങ്ങനെ ഒരു ആഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാലോ എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ അതിൽ മിക്കതും കിട്ടില്ല. എന്നാലും there were so many demos that were created at that time. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അൻവർ കേൾക്കണ്ടായിരുന്നു, ഞാൻ അറിയാതെ. ഒരു ദിവസം ഡിമൽ എന്റെ വീട്ടിൽ വന്നിരുന്നിട്ട്, പക്ഷേ ഞാൻ കുറച്ച് സാധനങ്ങൾ റൈറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോ എനിക്ക് കേൾക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഡിമൽ ഇത് അൻവറിനെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് ഫോട്ടോ വെച്ച് വരെ ഒന്ന് പോകണം. എന്നിട്ട് പോകുന്നു, ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ, ഡോർ തുറക്കുന്നു. ഹലോ, ഞാൻ അൻവർ റഷീദ്. അതാണ് അൻവറിന്റെ ആദ്യമായിട്ടുള്ള മീറ്റിംഗ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനൊരു നിന്റെ എല്ലാ സാധനവും എനിക്കറിയാം, ഇത് പ്രത്യേകിച്ച് പറയുന്നു. അപ്പൊ ഞാൻ ഏതാണ്ടും സ്വപ്നലോകത്ത് എത്തിയ ഇത് എന്ത് സംഭവിക്കണം എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ. അപ്പൊ പറഞ്ഞു, ഇതാണ് പരിപാടി, ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ ഒരു തല, ഇതാണ് സംഭവം, നീ ഒരു തീം ഉണ്ടാക്കണം. ഒരു തീം, ഇപ്പൊ നീ ഇപ്പൊ ആഡൊക്കെ ചെയ്യണ പോലെ ഒരു സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യുക. അത് വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ നിനക്ക് ഇതിലൊരു അവസരം കിട്ടും. കാരണം അത് പക്ക ആവണം, എന്നാലേ ആ ഫിലിമിന്റെ കോർ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പം മുതൽ നമ്മൾ തുടങ്ങുകയാണല്ലോ. അവിടെ നിന്ന് ഡോറിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സിൽ എന്താ ചെയ്യേണ്ടത്. വീട്ടിൽ ചെന്ന ഉടനെ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പൊ ആ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ തീം, അപ്പൊ അതിന്റെ ഒരു ബേസിക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ അൻവറിനെ വിളിച്ചപ്പോൾ അൻവറിന് ഇഷ്ടപ്പെട്ടു. പിന്നെ അൻവറും കൂടി ഇരുന്ന് നമുക്ക് ഒരു ദിവസം കൂടി ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അൻവറിന് അറിയാം വിഷ്വലി എന്തൊക്കെയാ വരാൻ പോകുന്നത്. സോ ഇറ്റ് വാസ് ടൈലർ മെയ്ഡ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ബിഗിനിങ്ങിൽ നമുക്കൊരു സാധനം വേണം, ഒരു സോഫ്റ്റ് ആയിട്ട് കയറി വന്നിട്ട് ഒരു ഇൻട്രോ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. അപ്പോൾ ആ ഒരു ഇൻപുട്സ് കോൺസ്റ്റന്റ്ലി ഉണ്ടായിരുന്നു.
പിന്നെ അത് ആ കുട്ടിയുടെ ശബ്ദം, ഇങ്ങനെയുള്ളൊരു എലിമെന്റ് ഒക്കെ കിട്ടില്ല. അപ്പൊ കുട്ടികളുടെ ശബ്ദത്തിന് എപ്പോഴും ആളുകൾക്ക് ഒരു ജഡ്ജ്മെന്റ് കുറയും. ഒരാള് പാടുവാണെങ്കിൽ ജഡ്ജ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കുട്ടികൾ പാടുമ്പോൾ അതിനൊരു ഇന്നസെന്റ് വൈബ്, ഒരു വൈബ്രൻസി എല്ലാം ഉണ്ടാവും. അപ്പൊ കുട്ടികളെ കൊണ്ട് നമുക്ക് പാടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ലോക സമസ്ത സുഖിനോഭവന്തു എന്ന് പറഞ്ഞിട്ട് ഒരു തീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ കുട്ടികളെല്ലാം വിളിച്ച് കൂട്ടി ഇത് അങ്ങനെയാണ് ആ ചോട്ടാ മുംബൈ തീം സെറ്റ് ചെയ്തത്. അപ്പൊ അത് ഓൾറെഡി അൻവറിന്റെ മനസ്സിലും ഈ വിഷ്വലി വാട്ട് എവർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഈ ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ക്രിയേറ്റഡ് ആയിരുന്നു. എക്സാക്ട്ലി അതങ്ങനെ തന്നെ പിടിച്ചു. പിന്നെ ഈവൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ പുതിയ ചോട്ടാ മുംബൈക്ക് നമ്മൾ ഒരുമിച്ച് ഇരുന്ന സമയത്ത് പോലും അത് കഴിഞ്ഞിട്ടുള്ള ആ കുട്ടിയുടെ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ആ ടൈറ്റിൽ റിവീല്. അപ്പൊ അൻവർ പറഞ്ഞ അൻവറിന് ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് അതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ എൻറ്റയർ സിനിമ പോയിരുന്നെങ്കിൽ എന്നുള്ളൊരു റീബൂട്ട് ഐഡിയ ഷെയർ ചെയ്യുകയും ചെയ്തു എൻ്റെ അടുത്ത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രീറ്റ് കാണിക്കുക, കൊണ്ടുവരിക, അതിനൊരു വേറൊരു കുറച്ചൊരു റോനെസ്, അതൊരു കൊച്ചിയുടെ മറ്റേ റൂട്ട് പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ തീം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു പടം തുടങ്ങി ഈ മേജർ ഒരു സീക്വൻസ് കഴിയുമ്പോൾ പിന്നെ ഇവർ ഈ ബാക്ക് സ്റ്റോറീസ് ഇതൊന്നും പറയാൻ സമയം കൊടുക്കുന്നില്ല. അത് ഈ തീമിലാ എസ്റ്റാബ്ലിഷ് ഇവരുടെ എല്ലാ ആക്ടിവിറ്റികളും, ക്വിക്നെസ്, ഈ തലയുടെ ശരീരവും അയാളുടെ ഇന്നസെൻസും ലൈഫും മൊത്തം കാണിക്കുന്നത് അത് ഭയങ്കര ബ്രില്യന്റ് ഐഡിയ തോന്നിയിട്ടുണ്ട് തീമിലൂടെയാണ്. അതാ ഈവൻ അതാ ഓരോ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യുന്നത് പോലും അത് കൂടെയുള്ള ലാലേട്ടന്റെ അനൗൺസ്മെന്റ്, വോയിസ് ഓവർ, അത് ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതെല്ലാം ഭയങ്കര എനിക്ക് ആസ് എ കമ്പോസ് നമ്മളതിനു മുമ്പ് കണ്ട സിനിമകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ആ ഒരു മേക്കിംഗ് വൈസ് ബിഗിനിങ്ങിൽ തന്നെ ആ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ സ്കോർ ചെയ്യാൻ ഇരുന്നപ്പോഴാണെങ്കിലും വാവുന്നായിപ്പോയി ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയും. അതിനു മുമ്പ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എൻറ്റയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പറയുന്നത് നീ സിനിമ കാണണം, സ്ക്രിപ്റ്റ് അവിടെ കിടക്കട്ടെ, സിനിമ വന്നിട്ട് നമുക്കിരിക്കാം എന്നാൽ. അതിനിപ്പോൾ പാട്ടുകൾ ചെയ്തു, സിറ്റുവേഷൻസ് പറയുന്നു, പാട്ടുകൾ ചെയ്യുന്നതെല്ലാം ഉണ്ടെങ്കിലും സിനിമ കാണുന്നത് ആസ് എൻ എൻറ്റയറിറ്റി കാണുന്നത് ആഫ്റ്റർ എഡിറ്റ് ആണ്. അപ്പൊ അത് അതിന്റെ ഇടയ്ക്ക് ഡോൺ മാക്സ് അവിടെ പോലും നമ്മൾ ഇടയ്ക്ക് ചില സീക്വൻസ് ഒക്കെ കണ്ടെങ്കിലും ആസ് എ ഹോൾ ആ സിനിമ എന്താന്നുള്ളത് കണ്ടത് ആദ്യം കാണുമ്പോഴാണ്. അപ്പൊ അത് വൗവായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാനൊക്കെ തന്നെ നമ്മള് ഇറ്റ് ഇസ് ലൈക്ക് സോൾവിങ് എ പസിൽ. ഇപ്പൊ ഒരെണ്ണത്തിൽ നിന്ന് സീംലെസ്ലി അടുത്ത തീമിലേക്ക് പോകാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് വേറൊരാളെ ഇൻട്രൊഡ്യൂസ്, സിദ്ദിഖും മണിക്കുട്ടനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആദ്യം അവരെന്തോ വലിയ ചേസിംഗ് ആണെന്ന് ഫീൽ ചെയ്യുക, പിന്നെയാണ് അത് മനസ്സിലാവുന്നത് അവരെ പോലീസ് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ. അതുപോലെ മറ്റേ ഈ ബിജുക്കുട്ടൻ ബിജുക്കുട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടത്താണ് സംഗീതം ഇൻട്രൊഡ്യൂസിംഗ് രാഹുൽ അതിൽ മറ്റേ ജംകെട്ടുള്ള ടക് 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 എന്നുണ്ടോ ഒരു ഇൻട്രൊഡ്യൂസിംഗ് രാഹുൽ രാജ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് 18 വർഷമാവുന്നു. ലോങ് ജേർണി, കുറെ പാട്ടുകള്, പടങ്ങള്, ഇൻഡി സോങ്സ് ചെയ്തത്, എല്ലാ തരത്തിലും മ്യൂസിക് കരിയർ ആക്കി മാറ്റുന്നു. ലൈഫ് തന്നെ മ്യൂസിക്കൽ ഡിപ്പെൻഡന്റ് ആണ്. എല്ലാ നിമിഷങ്ങളിലൊക്കെ ഇതായിരിക്കാം. എന്താ ശരിക്കും ഈ ഒരു ലോങ് കരിയറിൽ 18 വർഷത്തിൽ അച്ചീവ്മെന്റ് ശരിക്കും എന്താ രാഹുൽ രാജിന്റെ എന്തായിരിക്കും? അയ്യോ, അത് there is still so many things to do എന്നുള്ളതാണ് എനിക്കിപ്പോഴും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് ഈ ഒരു റീവർക്ക് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മൾ ഒരുമിച്ചിരുന്നു ഈ ഒരു പ്രോജക്റ്റിന്റെ ലാസ്റ്റ് ഒരു ചില കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഞാനും അൻവറും കൂടെ. ആ സമയത്ത് പോലും നമ്മൾ ചിന്തിച്ചത് വി ആർ നോട്ട് ഫീലിംഗ് ദാറ്റ് വി ഹാവ് കം ദിസ് ഫാർ. മനസ്സിലായില്ലേ? അങ്ങനെ തോന്നുന്നില്ല, ലിറ്ററലി അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ എടാ എനിക്കും അങ്ങനെ തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു എനിക്കും തോന്നുന്നില്ല. നമ്മൾക്ക് ഇനിയും ആക്ച്വലി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. അച്ചീവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജേർണിയിൽ പല ഭാഗത്തും ചില ഓരോരോ മൈൽ സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ടാവാം. അത് പക്ഷെ ആ മൈൽ സ്റ്റോൺസ് ഉണ്ടാവുമ്പോഴും നമ്മൾ വി ആർ നോട്ട് അവെയർ ഓഫ് സംതിങ് ബീങ് ക്രിയേറ്റഡ്. ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം എന്താണോ അത് സോൾവ് ചെയ്യാം. ഇപ്പൊ നമ്മള് കൈസാനിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട്, വൺ തിങ് അറ്റ് എ ടൈം, അല്ലെങ്കിൽ വൺ സ്മോൾ ബ്രിക്ക് അറ്റ് എ ടൈം എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ചില ബ്രിക്കുകൾക്ക് നല്ല നിറം വന്നിട്ടുണ്ട്, നന്നായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് അത്ര ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു ജേർണി ഇസ് വെരി എന്താ പറയാ, എനിക്കൊരു വളരെ ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ബിക്കോസ് വി ആർ ഡൂയിങ് സംതിങ് വി ആർ പാഷനേറ്റ് അബൌട്ട് എന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് എപ്പോഴും രാഹുൽ രാജ് എന്ന് പറയുമ്പോൾ
കണക്ട് ചെയ്യുന്ന ചില പാട്ടുകൾ മൊമെന്റുകളുണ്ടാവും. എനിക്ക് തോന്നുന്നത് പലപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് സിംഗേഴ്സിനൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവർ ക്രിയേറ്റ് ചെയ്ത സൗണ്ടിലാണല്ലോ നിങ്ങൾ ക്രിയേറ്റ് ഒരുപാട് ഈ പറഞ്ഞ ഭയങ്കര പ്രണയം തുളുമ്പുന്ന റൊമാൻറ്റിക് ട്രാക്കുകൾ ഉണ്ട്. പക്ഷെ എനിക്കതൊന്നല്ല കണക്ട് ആവുന്നത്. അടിപൊളി സൂപ്പർ. എനിക്ക് അണ്ണൻ തമ്മിലോട്ടാണ് കണക്ട് ആവുന്നത്. ഈ പാട്ട്, ആ പാട്ടിന്റെ ഒരു സ്കേപ്പ് നേരത്തെ പറഞ്ഞ അതിലൊരു പടകാളി ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവറിൽ ഇവരുടെ റൈവൽറി കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ ഷാരപ്പുള്ളി ആ പോർഷൻ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ആവാണ്. അതിൽ മമ്മൂക്കയുടെ ഡാൻസ്, ആ ഒരു പാട്ടിന്റെ ഒരു എക്സിക്യൂഷൻ, അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, ഇത് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് ഇറ്റ് വാസ് ഓൾസോ ആട്രിബ്യൂട്ടഡ് ടു വെൽ റിട്ടൺ മ്യൂസിക്കൽ ബ്രീഫിംഗ്. ആ പാട്ടിനൊരു ബ്രീഫിംഗ് കൃത്യമായിട്ടുണ്ടായിരുന്നു. അൻവറിന്റെ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഫൈറ്റ്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ആകെ ഉള്ളത് പടകാളിയാണ്. അപ്പൊ പടകാളി വാസ് ക്രിയേറ്റഡ് ബൈ ലെജൻഡ്സ്. അപ്പൊ പടകാളി ആയില്ലെങ്കിലും നമുക്ക് അതിന്റെ ജില്ലയിലെങ്കിലുള്ള സെയിം സിപ്പ് കോഡിലെങ്കിലുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബേസിക്കലി ഇറ്റ് നീഡഡ് ഫാസ്റ്റ്, ഈ സ്പീഡിൽ പോണ വരികൾ വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഋതം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന ഒരു സംഭവം വേണം. അപ്പോഴാണ് മറ്റേ ഈ ഒരു കുറച്ചൊരു ദേവി ട്രഡീഷണൽ അങ്ങനത്തെ ചില ട്രാക്കുകളുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ പറഞ്ഞ രൗദ്രമാണ്. അപ്പൊ ആ തോട്ട് പ്രോസസ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക ചെയ്തു. പിന്നെ അതിൽ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് ബിച്ചു തിരുമല സാറിന്റെ ലിറിക്സ്. അത് എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ പാട്ടിനെ പറ്റി ഉണ്ടായിട്ടുണ്ട്. പലരും എനിക്ക് പല സ്ഥലങ്ങളിലും രാഹുൽ രാജിനെ പറ്റി പറയാണെങ്കിലും ബിച്ചുവിനെ പറ്റി പറയാണെങ്കിലും അണ്ണത്തിനെ പറ്റി പറയുകയാണെങ്കിലും ഈ പാട്ട് വേണ്ടത്ര ഡിസ്കഷന് വന്നിട്ടില്ല. ഈവൻ അതിന്റെ ടൈറ്റിൽ പോലും തെറ്റിച്ചാണ് ലിങ്കുകളിലൊക്കെ ഇട്ടെങ്കിൽ ചാറ്റണ പേക്കാളി, രായിൽ ചാറ്റണ. അപ്പൊ ഇത് രാജാക്കണ രാജാക്കണ രാ ചാറ്റണ പേക്കാളി. ആൻഡ് സാറ് ബിച്ചു തിരുമല സാർ നമ്മളൊരു ഫ്ലാറ്റിലൊരു റൂമില് സാറ് വന്നു, സ്റ്റേ ചെയ്ത് തുടങ്ങി. മീൻസ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഥയൊക്കെ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞിട്ട് പുള്ളി ഒരു 14 ദിവസം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഹി വാസ് പ്രൈമിങ് ടുവേർഡ്സ് ഇറ്റ്. നമുക്ക് അവരുടെ പ്രോസസ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്, അൻവർ വരുന്നുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അൻവർ പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് പ്രൊഡക്ഷൻ തിരക്കുകളുണ്ട്, നീ വന്നോ, ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അപ്പൊ എൻ്റെ അടുത്തേക്കും എന്തായി, ഒന്നും ആയില്ല, എല്ലാതും എന്തായി, ഒന്നും ആയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അൻവർ, അയ്യോ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ അടുത്ത് വരണു, നമുക്ക് അങ്ങനെ ഇത്രയും ദിവസം. അവസാനം ലിറ്ററലി ഐ തിങ്ക് ഇറ്റ് ടുക്ക് അറൌണ്ട് 13-14 days. അപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അൻവർ, ഞാൻ എന്തായാലും വരാം, നമുക്ക് ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല. അൻവറും വന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട് വേണം അല്ലേ, ഉള്ളി ഒരു ഒറ്റ ഇരിപ്പിൽ ഒരു പ്രോബബ്ലി ലെസ് ദാൻ 1 hour ഇതെല്ലാം പുള്ളിയുടെ മനസ്സിലും പുള്ളി കുറെ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത് പണ്ഡവരും കൗരവരും തമ്മിലുള്ള ഫൈറ്റ് ആണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. ഓരോരോ വാക്കിന് ഇന്ന അർത്ഥങ്ങളുണ്ട്, ഇന്ന ഭാഷയിൽ ഇങ്ങനെ പറയാം, ഇന്ന സംഹിതയിൽ അത് ഇതാണ്, അങ്ങനെയാണ്. അപ്പൊ അൻവർ ചേട്ടാ ഇതെല്ലാം എല്ലാവർക്കും അത് പിടികിട്ടുമോ? പിടികിട്ടേണ്ടവർക്ക് ഫോളോ ചെയ്ത് അവരെന്തെങ്കിലും അത് കണ്ടുപിടിക്കും. അതാണ് അതിന്റെ ആ ഒരു വാവുമായിരുന്നു. കാരണം അതില് അത്ര കണ്ടന്റ് അതിന്റെ അകത്ത് ലിറിക്കലി തന്നെ. പക്ഷേ ഇപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് കുറെ ജിബറിഷ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ട്രാക്ക് ഉണ്ടാക്കാം, ക്രിയേറ്റ് ചെയ്യാം. കുറെ സാധനങ്ങൾ കയറി ഓഡിയൻസ് മൈറ്റ് നോട്ട് ലിസൺ ടു ഇറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ സർട്ടൻ ലെവൽ ഓഫ് ജെന്യൂനിറ്റി എന്നുള്ളതാണ്. അത് ആ ട്രാക്കിന് ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ പറഞ്ഞ പോർഷനുള്ളിൽ ഷറപ്പുളി മാലയിട്ടാൽ അത് എന്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ ബ്രീഫാണ്, എവിടെയെങ്കിലും വെച്ച് ഇത് കട്ട് വേണം കേട്ടോ, ഇത് ഇങ്ങനെ വേണം പാട്ട്, ഇതിന്റെ കട്ട്, നമുക്കൊരു ഐറ്റം ഡാൻസ് കയറണം. ഐറ്റം ഡാൻസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ഫീമെയിൽ ഇൻട്രൊഡക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എല്ലാവരും അത് നോക്കി, എല്ലാവരുടെയും കോൺസെൻട്രേഷൻ പോകുന്നു എന്നുള്ളൊരു സാധനം ഇതിലോട്ട് വരണം. അങ്ങനെയാണ് ആ ഒരു ഏരിയ. അവിടെയാണ് ബീറ്റ് മാറുന്നത്, ഷിഫ്റ്റ് ആവുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ളായിരുന്നു. എനിക്ക് ജിബ്രിഷ് ആയിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ചോട്ടോമ്പയിൽ തന്നെ ഈ ഇന്ദ്രജിത്തിനെയും സിദ്ദിഖിനെയും ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് കുട്ടേന്റെ ക്യാരക്ടർ ടോർച്ചർ ചെയ്തിട്ട് എവിടെ തലാൻ ചോദിക്കുമ്പോൾ ഉള്ളൊരു റാപ്പ് ലൈക്ക് വോക്കൽ ഉണ്ട്. അതിന്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാ? ആ റാപ്പ് ലൈക്ക് വോക്കൽ ആക്ച്വലി
ഈ തലയുടെ ഇടയിലുള്ള റാപ്പ് ഉണ്ടല്ലോ, അർജുൻ ശശിയാണ് അത് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കാരണം ഇവിടെ ആ സ്കോറിന്റെ ടെമ്പോ ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ ടെമ്പോയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഓരോ ട്രാക്കും കട്ട് ചെയ്ത് ഇപ്പോഴത്തെ പോലുള്ള എളുപ്പത്തിലുള്ള ടൂൾസ് ഒന്നും ഇല്ല. കുറച്ചും കൂടെ 18 വർഷം മുമ്പുള്ള ടെക്നോളജി ഇസ് ഡിഫറെന്റ്. അപ്പൊ ഓരോന്നും പെയിൻസ്റ്റേക്കിംഗ്ലി എഡിറ്റ് ചെയ്ത് ചെറുതാക്കി അതിന്റെ സ്പീഡ് കൂട്ടി, അങ്ങനെ സ്പീഡ് കൂട്ടിയതാ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടേക്ക് വരുന്നു. ഈ ശരിക്കും മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളിപ്പോഴൊരു പുതിയൊരു സൗണ്ട് ആയിരിക്കാം, ഒരു ട്യൂൺ ആയിരിക്കാം, അത് ഫ്രം സ്ക്രാച്ച് നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിച്ചെടുക്കാണ്. ഇതിവിടെ നിലനിൽക്കും. ഒബ്വിയസ്ലി ആർട്ടാണ്, പല തലമുറകളായിരിക്കാം. എന്നാൽ ചിലപ്പോൾ ആളുകൾ കണക്ട് ആവണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യമേ കണക്ട് ആയിട്ടുണ്ടാവാം. ഇതിനൊരു സർവൈവൽ വേണം. നിങ്ങൾ സർവൈവ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആർട്ടിന് സർവൈവൽ വേണം. എടുക്കുന്ന എഫേർട്ടുകൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സിനിമകളുടെ വലുപ്പം അതിന് ഭാഗമാണോ, അല്ലെങ്കിൽ പാട്ടുകൾ കിട്ടുന്ന ബ്രീഫുകൾ അതിന്റെ ഭാഗമാണോ, എന്താ ശരിക്കൊരു മ്യൂസിക് ക്രിയേഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഹൈ എന്താണ്, ഈ എഫേർട്ട് കൂടുതൽ കുറവ്, അത്തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടോ ശരിക്കും? അത് വലിയ സിനിമയാണെങ്കിലും ചെറിയ സിനിമയാണെങ്കിലും ഐ തിങ്ക് ദ എഫേർട്ട് ഇസ് ഓൾവേസ് സെയിം. ബട്ട് ഇപ്പൊ വലിയ സിനിമകൾക്ക് ആ സ്കെയില് ഡിപ്പെൻഡന്റ് ആയിട്ട് കൂടുതൽ പാരാമീറ്റേഴ്സ് ചിലപ്പോൾ വേണ്ടി വരാം. അങ്ങനെയുള്ള ഈ ലോജിസ്റ്റിക്കൽ എഫേർട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, കൂടുതൽ തോട്ട് പ്രോസസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു മ്യൂസിക് ബിറ്റ് തന്നെയാണ്, ഇറ്റ്സ് എ മ്യൂസിക് ക്രിയേഷൻ തന്നെയാണ്. അപ്പൊ വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ നമ്മള് ഇപ്പോ ലോവർ ബഡ്ജറ്റുള്ള സിനിമകൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കാരണം ഏകോപിപ്പിക്കാൻ ലൈക്ക് മേ ബി വി ഹാവ് നോട്ട് ഇനഫ് ബഡ്ജറ്റ് ടു ബ്രിങ് ഇൻ അതർ പീപ്പിൾ, അല്ലെങ്കിൽ അതർ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒരു കൂടുതൽ പാരാമീറ്റേഴ്സ് കൊണ്ടുവരാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഡയറക്ടറുടെ വിഷൻ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് മേ ബി ദേ ഡിഡ്ന്റ് ഹാവ് ഇനഫ് ബഡ്ജറ്റ്, ബട്ട് വി ആർ ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് സ്റ്റിൽ കമേഴ്ഷ്യൽ ആർട്ട്. അങ്ങനെ ഉണ്ടല്ലോ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് സ്റ്റിൽ കമേഴ്ഷ്യൽ ആർട്ട്. അപ്പൊ ഇറ്റ് ഷുഡ് സ്റ്റിൽ ബി പാലേറ്റബിൾ ടു ദ ഓഡിയൻസ്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പൊ അതിന് ഇപ്പോ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു കാര്യം ചോദിച്ചല്ലോ, അതിന് പ്രധാനം എനിക്ക് തോന്നുന്നു അതിന് കുറെ വായനകൾ വരാൻ പറ്റിയാൽ, ഒരു കാര്യത്തിന് കുറെ വായനകൾ വരാൻ പറ്റില്ല പെരിഫറലി കാണുന്നതിനുപരി. ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ രാജാട്ടന്റെ കളി ഫോർ എക്സാമ്പിൾ ആരും ചോദിക്കാത്തൊരു കാര്യം താങ്കൾ ചോദിച്ചു, റാൽഫ് എന്നോട് ചോദിച്ചു. പീപ്പിൾ ഓൾവേസ് ഗോ ഫോർ കണ്ണാടി വാതിൽ ഓർ ഹേമന്തം ഓർ ലൈലാഗ്. അതിന് പകരം ഒരു രാജാട്ടന്റെ പേക്കാളിനെ പറ്റി എന്നോട് ഒരു പക്ഷെ ഒരാൾ ആദ്യമായിട്ട് റീം ചോദിക്കാം. മേ ബി ഓൾസോ ബിക്കോസ് ഓഫ് ദ ലിറിക്സ്. അതിൽ അത്രയും വായന അതിന്റെ അകത്തുണ്ട്. നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി പാട്ട് എല്ലാ സമയത്തും ഹോൾഡ് ചെയ്യുന്നത്. എക്സാക്ട്. അപ്പൊ നമ്മളൊരു സാധനം ചെയ്യുവാണെങ്കിൽ പോലും ഹാപ്പി ആക്സിഡൻസ് ആവാതെ വാട്ട് ഇഫ് ഇറ്റ് ഇസ് മോർ ഇന്നോവേറ്റീവ്ലി പ്ലാൻഡ്, ഒരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് ആ വായനകളുടെ പോസിബിലിറ്റി കൂടുതലായി. പുസ്തകം വായിക്കുന്ന അങ്ങനെ ബുക്ക് വായിക്കുമ്പോൾ എവറി റീഡർ ക്രിയേറ്റ്സ് ഹിസ് ഓൺ വേൾഡ് ഇൻ ദാറ്റ് ബുക്ക് അല്ലെ. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിൽ അത്രയും കാര്യങ്ങൾ കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല രീതിയിൽ പല സമയത്ത് ആളുകളുടെ മൂഡും ഭാവവും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന് വായന മാറും. അപ്പൊ അതല്ലാണ്ട് ഇപ്പൊ നമ്മള് ഓക്കെ ഞാനൊരു സാധനം കുത്തി, നല്ല സൗണ്ട്, അടിപൊളി സൂപ്പർ, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു, കഴിഞ്ഞു. ദീസ് ആർ ഹാപ്പി ആക്സിഡൻസ്. അങ്ങനെ അല്ലാണ്ട് മോർ ലൈക്ക് ജെനുവിൻ എഫേർട്ടിന്റെ ഇടയിൽ ഹാപ്പി ആക്സിഡൻസ് ഉണ്ടാവാം, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ ഇഫ് ഇറ്റ് ഇസ് മോർ ലൈക്ക് ഒരു ഡിസൈൻ ചെയ്ത് സ്കൾട്ട് ചെയ്തെടുത്ത ഒരു പ്രോസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഓക്കെ അതിന്റെ ഈ ഒരു ഭാഗം കൊള്ളാലോ, ഈ ഒരു ആസ്പെക്ട് കൊള്ളാലോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം അത്ര. ഫോർ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ചോട്ടാ മുംബൈയിൽ തന്നെ പൂനില മഴ എന്ന് പറഞ്ഞ സിനിമയിലില്ല. എന്റെ അടുത്ത് അൻവർ ആദ്യമേ പറഞ്ഞിരുന്നു, എടാ മിക്കവാറും നീ ഡിസപ്പോയിന്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുകയാണ്, മിക്കവാറും ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഞാൻ ലാസ്റ്റ് വരെ ഒന്ന് നോക്കാം. സാധ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓഫ് കോഴ്സ് ബഡ്ജറ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിനപ്പുറം ആ തലയുടെ ക്യാരക്ടറും ഭാവനയുടെ ലതയും തമ്മിൽ അങ്ങനെ ഒരു പ്രണയത്തിനുള്ള ഒരു സ്കോപ്പ് അതിലില്ല. പക്ഷെ എനിക്ക് നീ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, എനിക്ക് എന്റെ ആദ്യത്തെ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ മെലഡി വേണം. അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്തായിരിക്കും, അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ പാടില്ല, ചെയ്തു തരണം. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് പറയാ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പൂനില മഴ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓൾറെഡി മനസ്സിലുണ്ട്, അത് മിക്കവാറും ഉണ്ടാവില്ല.
ബട്ട് അഗൈൻ ആ സംഗീത് എന്ന് പറഞ്ഞ സിംഗർ വന്ന് പാടി. അതുകൊണ്ട് തന്നെയാണ് അത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ സംഗീതം കൊണ്ട് തലയുടെ ഇടയിൽ കൊണ്ട് സംഗീതത്തിന് ഒരു ലൈഫ് ഉണ്ടായിക്കോട്ടെ എന്നിട്ടാണ് അങ്ങനെ ലിറ്ററലി, അല്ലെങ്കിൽ അത് ശങ്കർജി പാടിയാണ് ആ ഒരു പോർഷൻ. അപ്പോൾ പൂനിലമഴ ചെയ്യുമ്പോൾ പോലും അതില് there is so many musical concepts in it. ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യില്ല എന്തായാലും, അത് ഇപ്പോഴത്തെ പോലെ റേഡിയോ ഇല്ല ആ കാലത്ത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് റേഡിയോ യെറ്റ്. 2007 റേഡിയോയുടെ ഒരു എമർജൻസിലോട്ട് വന്നിട്ടില്ല എന്തായാലും. പക്ഷേ അതുമല്ല, മറ്റ് ഈ പറഞ്ഞ യൂട്യൂബിൽ കേൾക്കലോ അങ്ങനെ ഇല്ലാത്തൊരു കാലം. CD കിട്ടിയ കിട്ടി, ആളുകൾ റൈറ്റ് ചെയ്യുന്നു, കേൾക്കുന്നു. അതല്ലാണ്ട് ഈ സിനിമയിൽ ഇല്ലാത്തൊരു പാട്ടിന് എവിടെയാണ് ഒരു പ്രസക്തി എന്നുള്ളത് ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്ന കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാണ്ട് പോയേനെ. വേറൊരു കാര്യം, റെക്സ് വിജയനാണ് അതിൽ ഗിറ്റാർ വായിച്ചത് പൂനിലമഴയില്. നോബഡി നോസ്. അപ്പൊ എന്റെ അടുത്ത് അവിടുത്തെ ലാൽ മീഡിയയിലെ ഡാൻ ജോസ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ട്. റെക്സ് എന്ന് പറഞ്ഞുള്ള എന്റെ ഫ്രണ്ട് ഉണ്ട്, നന്നായിട്ട് ഗിറ്റാർ വായിക്കും. അവരൊരു ബാൻഡൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പുതിയ കുറച്ച് അവിയല് ഫോം ആവുന്നതിന് മുമ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാവ് അടിപൊളി നല്ല സൗണ്ടിങ്. അപ്പോ അങ്ങനെയാണെങ്കിൽ റെക്സിനെ കൊണ്ട് നമുക്ക് ഗിറ്റാർ വായിപ്പിക്കാം. റെക്സ് ഗിറ്റാർ വായിച്ചു. അതില് കുറച്ച് അത് ഗിറ്റാർ പോലും അതില് പ്രോമിനന്റ്ലി കേൾക്കുന്ന രീതിയിലല്ല, കുറെ ടെക്സ്ചേഴ്സ് ആണ്. ഇപ്പൊ ഇനി ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇതുപോലെ കേൾക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ തല കേൾപ്പിച്ചു, ഇങ്ങനത്തെ ട്രാക്ക് മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ലൈക്ക് അങ്ങനത്തെ ഒരു ടൈമാണത്. അപ്പോ ആ ഒരു പൂനിലമഴ എന്ന് പറഞ്ഞൊരു ട്രാക്കിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ ഇടയ്ക്ക് ഒരു BGM സെക്കൻഡ് ഇന്റർലൂഡ്, അത് രാഗം മാറി ഇത് ഗ്രഹഭേദം നടത്തി പോകുന്നുണ്ട്. മറ്റൊരു രാഗത്തിലേക്ക് പോയി ഹനുമത്തോടിയിലോട്ടൊക്കെ പോയി തിരിച്ച് ഏവൻ കല്യാണിലോട്ടൊക്കെ വരുന്ന അതൊരു മ്യൂസിക്കൽ കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ കൺസെപ്റ്റ് വേണമെങ്കിൽ അവിടെ അത് ഇവിടെ ഇടണ്ട, കാരണം എന്തായാലും ആരും കേൾക്കില്ല എന്ന് വിചാരിച്ചാൽ അത് അവിടെ ആ പാട്ടിൽ ഉണ്ടാവില്ല. ഒരു ആലാപൊക്കെ പോകുന്നുണ്ടല്ലോ, തരരീ എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ട് തിരിച്ച് ഇറ്റ് കംസ് ബാക്ക് ടു ദ ഹോം. ആ പാട്ടെങ്ങനെ തുടങ്ങി ആ സ്കെയിലിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അത് ദാറ്റ് ഇസ് ഗ്രഹവേദം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് കർണാട്ടിക് മ്യൂസിക്കിലുള്ള. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ഞാനത് അൻവറിനെ കേൾപ്പിച്ചു. അൻവറിന് ആണോ ശരി ഓക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് മ്യൂസിക്കലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പാടിയവർക്ക് സാറ്റിസ്ഫൈ, വായിച്ച ആളുകൾക്ക് സാറ്റിസ്ഫൈ, എവ്രിബഡി വർ ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ആ പാട്ട് പിന്നീട് റീഡിസ്കവർ ചെയ്യപ്പെട്ടു. അതെ, ഈ യൂട്യൂബ് എറ വരുന്ന സമയത്ത് ഈ പാട്ടിന് കേൾവിക്കാര്, ഞാനത് സ്ട്രോങ്ലി എന്റെ ലൈഫിൽ തന്നെ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഡോണ്ട് ഡു പെർഫോമൻസസ്, അതായത് ഡോണ്ട് ഡു സംതിങ് ബിക്കോസ് സംബഡി ഈസ് വാച്ചിങ്. ഇപ്പൊ നമ്മൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്റഗ്രിറ്റി ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നാ പിന്നെ നമ്മൾ നല്ലത് ചെയ്ത് കളയാം. കാണുന്നില്ല എന്നാ പിന്നെ ചെയ്യണമെന്നില്ല, എന്തിന് ഇത്ര എഫേർട്ട്, അങ്ങനെ അല്ലാണ്ട് വാട്ട് വി ആർ ഡൂയിങ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ആ ഫുൾ ഓൺ നമ്മുടെ ഒരു മനസ്സും ഒരു എക്സ്പെർട്ടീസും സ്കിൽ സെറ്റും ഒക്കെ അതിൽ അപ്ലൈ ചെയ്യുക. ലൈക്ക് ഇറ്റ് ഇസ് പ്രോബ്ലി യുവർ ലാസ്റ്റ് സോങ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ബി റീഡിസ്കവേർഡ്. അപ്പൊ അതിന് ആ പാട്ടിന്റെ ഒരു വലിയൊരു സ്പേസ് പിന്നീട് ഓഡിയൻസ് ഒക്കെ ഉണ്ടായി വന്നു. അപ്പൊ എനിക്ക് ഐ ബിലീവ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ എഫേർട്ട് പുട്ട് ഇൻ. അതിന് അത്രയും വായനകളും അത്രയും ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ ഒരു സംഭവം. അത്തരം പാട്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ആർട്ട് ഫോംസ് തന്നെയാണ് സർവൈവ് ചെയ്യുന്നത് എല്ലാ ടൈം ലൈനിലും ടൈം പീരീഡിലും. തീർച്ചയായും എനിക്ക് ഇപ്പോഴേ ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന സമയത്ത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തോന്നുന്നു ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കര ലൈവ് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പേരുടെ ഒപ്പം കേട്ടിട്ടുള്ളത് അണ്ടർ റേറ്റഡ് എന്നുള്ളതാണ്. ഈ അണ്ടർ റേറ്റഡ് മ്യൂസിഷ്യൻ എന്നുള്ളത് നിങ്ങളും പറയുന്നുണ്ടോ? അല്ലല്ല, കേട്ടിട്ടുള്ളത്. അതായത് രാഹുൽ രാജ് ഈസ് അണ്ടർ റേറ്റഡ്, ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുണ്ട് പലതവണ. ഒരുപക്ഷെ ഈ പല ആളുകൾക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്ര അവൈലബിൾ ആയിരിക്കത്തില്ല, ഈ ബാക്ക് ടു ബാക്ക് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടാവില്ല. രാഹുൽ രാജിന് എന്താ തോന്നുന്നത്, നിങ്ങൾ അണ്ടർ റേറ്റഡ് ആണ്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ somebody who discovers a piece of music much later in time, അതാണ് എനിക്ക് തോന്നുന്നൊരു സാധ്യത. ഇപ്പൊ നമ്മൾ എപ്പോഴോ ചെയ്തൊരു സാധനം ഒരു പക്ഷെ ആ സിനിമ ക്ലിക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ആ പാട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അത്ര ഓക്കെ ആവണമെന്നില്ല ആ സമയത്ത്. ഈ നമ്മൾ ഓരോ സമയത്തെ സക്സസ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ അപ്പോഴത്തെ മോബ് മെന്റാലിറ്റി അല്ലേ? ടോട്ടലി വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെ എല്ലാരും എന്ത് പറയുന്നു, ഒരു സോഷ്യൽ കൺഫോമിറ്റി, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്കൊരു പെർട്ടിക്കുലർ സാധനം അമ്മ പിന്നെ നമുക്കും കണ്ടുകളയാം. ആൻഡ് യു ഗോ ടു ദ തിയേറ്റർ ആൻഡ് എവരിബഡി ഈസ് ലാഫിങ് ആൻഡ് യു ആർ ഓൾസോ എൻജോയിങ് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്.
പക്ഷെ പിന്നീട് ഒരുപക്ഷെ OTT വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ പുച്ഛിക്കേറിയും എന്ന് പറഞ്ഞ പോലെ പിന്നീടുള്ളൊരു വായനയിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇഷ്ടപ്പെട്ട് വരാം, ഇഷ്ടപ്പെടാതിരുന്നോ അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോയതാവാം. അപ്പൊ അത് ആ ഒരു റീഡിങ് പിന്നീട് വരുമ്പോഴാണ് ഓ ഇത് കൊള്ളാലോ, ഇയാളാണോ ചെയ്തത്, ഓ സോ ഹി ഡിഡ് നോട്ട് ഗെറ്റ് ദ ഡ്യൂ ഫോർ ദിസ് തിങ് എന്ന് തോന്നുമ്പോഴാണ് ഒരു പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. ഇയാൾക്ക് ആ സമയത്ത് ആ പാട്ടിന് കിട്ടേണ്ടിയിരുന്ന ഒരു എക്സ്പോഷർ ആ പാട്ടിലൂടെ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് ചിലപ്പോ ഒരു 3, 4, 5 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് തോന്നുമ്പോഴാണ് അവർക്ക് അയ്യോ അത് അണ്ടർ റേറ്റഡ് ആയി പോയല്ലോ, ആയിരിക്കാം. സീരിയസ്ലി എക്സാക്ട്ലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ മായ ബസാർ എന്ന് പറഞ്ഞൊരു പടത്തിലെ പാട്ടുകള് ആദ്യമായിട്ട് കേട്ടപ്പോ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എടാ ഇത് ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുകയും അവസാനം മമ്മൂക്കയുടെ വൈഫിനും അത് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരി ഇത് നല്ലതാണ്. അപ്പൊ മൊത്തത്തിലുള്ള ഡിസ്കഷൻ അത് ഓക്കെ ആയി പോയതാണ് ആ ടൈമിൽ. പക്ഷെ മിഴിയിൽ എക്സാക്ട്ലി. അപ്പൊ ആ ടൈമില് ഒരു പക്ഷെ ആ പാട്ട് ഒരു വർക്ക് ആവില്ല എന്ന് വിചാരിച്ചത് ആ സമയത്ത് ആ സിനിമ അങ്ങോട്ട് അത്ര വർക്ക് ആയില്ല. അങ്ങനെ ആ പാട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വിദൂരതയിലേക്ക് ഒരു കപ്പൽ പോണ പോലെ അങ്ങ് പോയി. പക്ഷെ പിന്നീട് അതിന്റെ ഒരു ബൂമിങ് കണ്ടപ്പോഴത്തേക്കും ആ പാട്ടിൽ ഇതുപോലെ കണ്ടന്റ് ഉണ്ട്. ഫോർ മീ ആസ് എ മ്യൂസിഷ്യൻ ഐ വാസ് സാറ്റിസ്ഫൈഡ്. അതിൽ കുറെ കണ്ടന്റുകൾ, അതിൽ ബിറ്റുകളാണെങ്കിലും അതിൽ റിതം ഗ്രൂവ് ആണെങ്കിലും അതിൽ ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ കോൾ എല്ലാം ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഐ ആം ഹാപ്പി ബിക്കോസ് ഇറ്റ് ഈസ് റീഡിസ്കവർഡ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കാര്യം. നമ്മളിപ്പോ ഒളിച്ചിരുന്ന് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു ജെന്യൂനിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് there will be somebody who is a taker. ഈ ചോട്ടാമ്പേക്ക് തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ തല എന്നുള്ള സോങ് തലയെയും ഗ്യാങ്ങിനെയും കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫ് ഇതിന്റെ പാർട്ടായിരിക്കണം. ഇതിന്റെ വിഷ്വലിൽ കുറെ ജെം കട്ടുകളാണ്, ടക് 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 എന്നടിച്ച് ഭയങ്കര ഫാസ്റ്റില് ഹാപ്പനിങ്സ് ഈവൻസ് കാര്യങ്ങൾ ഭയങ്കര ഹാപ്പി സീനാണ് ഈ പാട്ട് മൊത്തം. പക്ഷെ പെട്ടെന്ന് ഒരു പോയിന്റ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പാരലൽ ട്രാക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്, പാട്ടിന്റെ ഈ പറഞ്ഞ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ മ്യൂസിക്കലി ഇമോഷൻ കൺവേ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കാം. അവിടെ നിന്ന് ഇതിൽ ഷിഫ്റ്റ് വരുമ്പോ അമ്മയുടെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കും അത് ക്യാരക്ടറിന്റെ സൈക്കോളജി ആണല്ലോ കൺവേ ചെയ്യുന്നത്. സിറ്റുവേഷൻ നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതിനെടുക്കുന്ന എഫേർട്ട് ഇതാണ് ഇതിന്റെ റൈറ്റ് ഫോം എന്ന് ഉറപ്പിക്കുന്നത്. അതെങ്ങനെയാ ശരിക്കും, അത് ഏതാ മൊമെന്റ്? അത് ഈവൻ ഫോർ തല സോങ് ഈ ഒരു ബ്രീഫിംഗ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ആ പല്ലവി വേഴ്സ് എല്ലാം കമ്പോസ് ചെയ്ത് കോറസ് ആദ്യം ഫസ്റ്റ് കമ്പോസ് ചെയ്ത് തല എന്ന് പറഞ്ഞ സംഭവമാണ്. ഞാൻ തല ക്യാരക്ടറിന്റെ ഒരു സംഭവമൊക്കെ ഇതിൽ വരണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ തല എടാ ഇതൊക്കെ അതാണ് ആദ്യം. പിന്നീടാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊരു ഹൈ ഒക്ടെയിൻ ഒരു പവർഫുൾ ഒരു ത്രോ ഉള്ളൊരു സാധനമായിരിക്കണം, പാട്ടായിരിക്കണം. അങ്ങനെയാണ് എൻറ്റയർലി ആ അടിതടകളൊക്കെ മുതൽ തുടക്കത്തിലെ മേലെന്നാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഇതിലൊരു നിനക്കൊരു ചലഞ്ച് ഉള്ളത് ഇതില് ഫാമിലി ഇമോഷൻസ് കാണിക്കണം. ഈ ക്യാരക്ടറിനെ ഡ്രോ ചെയ്യുമ്പോൾ ഇയാള് അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ കൊച്ചിയിലെ തെരുവുകളിൽ കൂടെ നടക്കുന്ന ഒരാളും ആ ഫ്രണ്ട്സിനോട് പോണ ഒരാൾ മാത്രമല്ല, ഹി ഹാസ് എ ഫാമിലി സൈഡ്, ഹി ഹാസ് എൻ ഇമോഷണൽ സൈഡ്. 2 സിസ്റ്റേഴ്സ്, അമ്മ മരിച്ചുപോയി, അച്ഛനോടുള്ള സ്നേഹം, ഇതെല്ലാം നമുക്കൊരു സ്ഥലത്ത് കാണിക്കാം. ഇതിങ്ങനെ കാണിച്ചു ആ പാട്ടിന്റെ ഇത് പഞ്ചുപോലെ അതൊന്നും എനിക്കറിയണ്ട, ഇത് നീ ചെയ്യുക, എനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പത്തേക്കാണ് ഒരു ഓക്കെ ആ ഒരു വേരിയേഷൻ വേണം. then I thought ഇതില് നമ്മളിപ്പോ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്ഷനൊക്കെ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെപ്പോഴും ഒരു ഡ്രോപ്പ് ഏരിയ ഉണ്ടാവും. മ്യൂസിക്കലി അതിനൊരു ഡിപ്പ് പോയിട്ട് പിന്നീട് കയറുന്ന ഒരു സാധനം ഉണ്ടാവും. അവിടെയാണ് ഓഡിയൻസ് ചാടാൻ പോണം. ഓഡിയൻസിന് അറിയാം ഇത് വരുന്നറിയാം. അത് ചില DJs അവിടെ എത്തുമ്പോഴത്തേക്കും അത് ഒന്നും കൂടെ ടീസ് ചെയ്യും, അവർ വെയിറ്റ് ചെയ്യും, ഒന്നുകൂടെ ടീസ് ചെയ്തിട്ട് പിന്നെയാണ് ആ ഒരു എക്സ്റ്റസി കൊടുക്കുക. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇതിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഒരു ലോ കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു ഹൈ. അപ്പൊ അത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺഷ്യസ് എഫേർട്ട് അതിൻ്റെ അകത്തുണ്ട്, ഡിസൈൻ ഉണ്ട്. ഇപ്പൊ ചില സിമ്പിൾ പറഞ്ഞൊരു ഈ അടുത്ത് കേട്ടൊരു കാര്യമാണ്. അതൊരു ചില ആളുകൾ ഹാസ് ടോൾഡ് മീ, ലൈക്ക് ചില പ്രൊഡ്യൂസേഴ്സ് കമ്പോസേഴ്സ് ടോൾഡ് മീ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ലൈക്ക് വൈ ഡോണ്ട് വി ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ടൂൾസ് അല്ലെങ്കിൽ നമ്മുടെ DAWs എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്, എവറിബഡി ഹാസ് എവറിത്തിങ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി some people had good gadgets, like some people had good sounds, മറ്റവർക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു, ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. even a 14-15 year old boy sitting in his bedroom has all the gadgets available for a
ഹൈ എൻഡ് ഫിലിം കമ്പോസർ, അതെ. സോഫ്റ്റ്വെയർസിലാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു എഫേർട്ടിന്റെ കാര്യം എന്താണ് വേണമെങ്കിൽ ചോദിക്കാം. യു സ്റ്റിൽ ഹാവ് ഓൾ ഇപ്പൊ ഒരു ത്രില്ലർ മൂവി സ്കോർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു കാലഘട്ടം. യു ഹാവ് സോ മെനി ടൂൾസ് അറ്റ് യുവർ ഡിസ്പോസൽ, ഓർ യു ക്യാൻ ഹാവ് ടെംപ്ലേറ്റ്സ് ആൻഡ് സൗണ്ട്സ് ആൻഡ് സോ മെനി തിങ്സ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് തോട്ട് പ്രോസസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതൊരു കണക്റ്റഡ് ആയിട്ട് വന്നൊരു തോട്ടാണ്. ഒരു കല്ലെടുക്കുക, കല്ലെടുത്തിട്ട് ഒരാളുടെ കയ്യിൽ ഒരു ഉളി, ഒരു ഹാമർ ഉണ്ടെന്ന് വിചാരിക്കാം. അയാളുടെ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഹാമർ വെച്ചിട്ട് അയാള് ഹി ഹാസ് എൻ ഐഡിയ ഓഫ് വാട്ട് ടു മേക്ക്. അപ്പൊ പൊട്ടിക്കുന്നു, ഒരു ഷേപ്പ് ഉണ്ടാവുന്നു. അപ്പൊ അത് കുറച്ച് കൂടുതൽ പൊട്ടിപ്പോയി. അപ്പൊ അതനുസരിച്ച് പുള്ളി സൈഡിൽ നിന്ന് പൊട്ടിച്ചു. പുള്ളിയുടെ ഇത് മാത്രമേ ഉള്ളൂ, അത് ഫൈനലി ഹി എൻഡഡ് അപ്പ് മേക്കിംഗ് എ സർട്ടൻ ഷേപ്പ് ആൻഡ് ഹി ലൈക്ഡ് ഇറ്റ്, ദി ക്ലയന്റ് ലൈക്ഡ് ഇറ്റ്. കഴിഞ്ഞു. വാട്ട് ഇഫ് ഹി ഹാഡ് ഹാമർ, ഫൈൽസ്, അല്ലെങ്കിൽ ബ്രഷ്, അല്ലെങ്കിൽ ബ്ലേഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കും. ഹി ക്യാൻ എക്സാക്ട്ലി ക്രിയേറ്റ് വാട്ട് ഹി വാണ്ടഡ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അപ്പൊ ആ തോട്ട് പ്രോസസ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു സാധനം ഇത് ഇങ്ങനെ വരണം, ആൻഡ് ദർ വിൽ ബി ഹാപ്പി ആക്സിഡന്റ്സ് ഇൻ ബിറ്റ്വീൻ. പക്ഷെ അല്ല, വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഓൺലി ഹാപ്പി ആക്സിഡന്റ്, ഇറ്റ് വിൽ ബി എ ബിറ്റ് ഷാലോ അല്ലേ? അതാണ് ആ ഒരു തോട്ടാണ് ഞാനിപ്പോ ഈ പാട്ടിലൊക്കെ. അത് കൃത്യമായിട്ടുള്ളതിന് ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇതിങ്ങനെ വരണം, അങ്ങനെ ആവണം, അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ടിപ്പ് കൊടുക്കാം, പിന്നീട് അത് ഹൈയിലേക്ക് വരട്ടെ, അപ്പൊ ആ ഒരു എക്സസ് ഉണ്ടാവും. അപ്പൊ അത് വർക്കായി. ആ വരി മൂടാൻ പറ്റോ? നൊമ്പരം. ഓ പിന്നെന്താ, വയനാട്. നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറയെ നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീ ഉള്ളിനുള്ളിൻ നനവല്ലേ, ഈ തീരത്തെത്തും തണലല്ലേ, ഉയിരിന്റെ തേനേ നല്ലിടയനും നീയേ. അവിടുന്ന് കേറും. അടിപൊളി. അതാണ് പീസ്. നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് ഈ ഇത്രയൊക്കെ പറയുന്നു, ഈ പറയുന്ന ജെനുവിൻ എഫേർട്ടിനെ പറ്റി പറയുന്നു, നമ്മളിലൊരു പ്രീ ഡിസൈനിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു, അതിൽ വരുന്ന ഹാപ്പി ആക്സിഡൻസിനെ പറ്റി പറയുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ പാട്ട് അല്ലെങ്കിൽ ഓരോ സിനിമ എടുക്കാം, അതിന് ഓരോ സിനിമക്ക് ഓരോ ഐലൻഡ് ആയി എടുക്കാം, അതിൽ നമ്മൾ എഫേർട്ട് ഇടുന്നു, എല്ലാം ചെയ്യുന്നു, എവിടെ ശരിക്കും സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത്? while making it, while creating it, ഇത് ലൈക്ക് ഓരോ എലിമെന്റ് ആഡ് ചെയ്യുമ്പോഴും വാവ് ഇത് എന്തായിരിക്കും ആളുകൾ കേൾക്കുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ്, ദാറ്റ് പ്രോസസ്, ബിക്കോസ് ദാറ്റ് ഈസ് ഓൺലി പ്ലേസ് വെർ യു ക്യാൻ ആക്ച്വലി ഡു ദാറ്റ്. അതിനുശേഷം നമുക്ക് യു ഹാവ് നോ സേ, ഇറ്റ് ഈസ് പബ്ലിക് ഡൊമൈൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മൊമെന്റിലാണ് നമുക്ക് നമ്മുടെ മുമ്പില് കമ്പ്യൂട്ടർ, നമ്മളുടെ എംപ്റ്റി സ്ലേറ്റ് ക്യാൻവാസ് ഇരിക്കുന്നു, യു ഹാവ് ഓൾ ദ ടൂൾസ്, യു ഹാവ് ഓൾ ദ ടൈം, then why not create a marvel? മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്പേസ് അതാണ്. ഞാൻ കുത്തി തിരികണം എന്നല്ല കേട്ടോ പറയാം. ഇറ്റ് ഈസ് അബൌട്ട് ജുഡീഷ്യസ്ലി ആഡിങ് എലിമെന്റ്സ് വിച്ച് മേക്ക് സെൻസ്. ഇതാണ് ആ പ്രോസസ്സാണ് നമുക്ക് സന്തോഷം. പിന്നെ ഓഫ് കോഴ്സ് ഓഡിയൻസ് അത് കേട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ഒരു എനിക്ക് അത് ചോദിക്കാനുള്ള ഈ റെസ്പോൺസുകൾ ആളുകളുടെ, അതിപ്പോ ചില സമയങ്ങളിൽ ഇപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ ആഗ്രഹിക്കുന്ന പോലെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ സെയിം ആയിരിക്കാം, അതിന് മുകളിലായിരിക്കാം. ആളുകളുടെ റെസ്പോൺസ് ആയിരിക്കും അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് രാഹുൽ ദാസ്. ഓഫ് കോഴ്സ് നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളെ എഫക്ട് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ചോട്ടാ മുംബൈയുടെ മ്യൂസിക്കിന് അത്ര നല്ല റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത സൈറ്റുകൾ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ലൈക്ക് ഞാനപ്പോ നമ്മൾ സിനിമ ചെയ്യണതിന് മുമ്പ് നമ്മുടെ പേരും അപ്പൊ നമ്മൾ അത്ര നന്നായിട്ട് ചെയ്താൽ അത് ആളുകൾ അതിനെ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമല്ലോ. പക്ഷെ 80% ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒത്തിരി ആളുകൾ അത് മ്യൂസിക് ഇസ് ടു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ടു മോഡേൺ സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ ബാധിക്കേണ്ട ഒരു സമയമുണ്ട്. പക്ഷെ ആ ഒരു ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റിയലൈസ് ദാറ്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുക. വാട്ട് ഇഫ് ചില അഭിപ്രായങ്ങൾ, ചില ക്രിറ്റിസിസത്തിനേക്കാളും നല്ല എനിക്ക് ക്രിട്ടിക്കാണ് ഇഷ്ടം. ക്രിട്ടിക് ഈസ് കമ്മിങ് ഫ്രം എ മോർ ന്യൂട്രൽ സ്പേസ്.
ഇതിന് അതിന്റെ ഒരു ആർട്ട്, ഈ പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് ഇത് എന്താണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം. പക്ഷെ അതേസമയം ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ കം ഫ്രം എ പേഴ്സണൽ സ്പേസ്. കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ആയുള്ളതിനെ എടുക്കുക. പേഴ്സണൽ സ്പേസിൽ നിന്ന് വരുന്ന ക്രിറ്റിസിസം ഈസ് പ്യുവർലി പേഴ്സണൽ. അത് വ്യക്തി എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിൽ മാത്രം, അവിടെ നിന്ന് മാത്രം വരുന്ന ഒരു പ്രക്ഷേപണമാണ്. അത് നമ്മൾ കേൾക്കണം നിർബന്ധമില്ല. ബട്ട് വാട്ട് ഇഫ് ഇറ്റ് സംതിങ് വാലിഡ്, ദെൻ ടേക്ക് ഇറ്റ്. അപ്പൊ ചില മ്യൂസിക് നല്ല ഒപ്പീനിയൻസ് വരും. ഇങ്ങനെ ആകാമായിരുന്നു, ഈ സൗണ്ട് അത്ര ചേർന്നില്ല, വോക്കല് ചേർന്നില്ല, അല്ലെ ഈ മിക്സ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒപ്പീനിയൻസ് പ്രോപ്പർലി നമ്മൾ എടുക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് വാലിഡ്. അതല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഗുഡ്, ഫൈൻ, ദാറ്റ്സ് അപ് ടു യു. That is not a criticism. ഇപ്പൊ ഈ ക്രിറ്റിസിസം റെസ്പോൺസ് പറയുമ്പോൾ എനിക്ക് ഞാനിപ്പോ പെട്ടെന്ന് മനസ്സിൽ വന്ന വിഷ്വലൈസ്, നിങ്ങൾ ആദ്യ സിനിമ റിലീസ് ഡേ തിയേറ്ററിൽ കാണാൻ പോകുന്നത്, അതൊരു ലാർജ് സ്കെയിൽ കമേഴ്ഷ്യൽ സിനിമ, അത്രയധികം ഈവന്റുകള്, ഹാപ്പനിങ്ങുകള്, സ്റ്റോറികളെ കുറെ പോർഷൻസ്, ഇത് തിയേറ്ററിൽ ആളുകളുടെ ഒപ്പം ഇരുന്ന് ചോട്ടാ മുംബൈ FDFS കണ്ടത്, അതെങ്ങനെ റീകളക്ട് ചെയ്യുന്നത്? ഒരിക്കലും നമ്മുടെ ജീവിതത്തില് ഞാൻ പറഞ്ഞില്ലേ മൈൽ സ്റ്റോൺസ് ഉണ്ടാവാം. ആ മൈൽ സ്റ്റോൺസിൽ പെട്ട ഒരു ഗോൾഡൻ മൊമെന്റ് ആണ്. അതിലും ഗോൾഡൻ മൊമെന്റ് ഫോർ മീ വാസ് വെൻ അൻവർ കെയിം ടു ടെൽ മീ ദാറ്റ് ഐ ആം ഇൻ. എന്റെ അടുത്ത് പറഞ്ഞല്ലേ ഇപ്പൊ ആ തീം ചെയ്തിട്ട് അത് ഓക്കെ ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള, അത് രാജുവേട്ടൻ, മണിയമ്പിള്ള രാജുവേട്ടനെ കേൾപ്പിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ചെക്കൻ കൊള്ളാലോ എന്നുള്ളൊരു സാധനം വന്നപ്പോ അൻവർ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട്, ഞാനപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക, എന്തായി താഴെ, അത് നീയാടാ കുറച്ച് ടീസ് ചെയ്തിട്ടാണ് ഞാനും കൊണ്ട് തുള്ളിച്ചാടി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് പറഞ്ഞു മറ്റേ വെള്ളി നക്ഷത്രത്തിൽ വന്നിട്ടുണ്ടെന്നത് പേര്. പിന്നെ നേരെ എടപ്പള്ളിയിലോട്ട് പോയി ഓടി, അവിടെ ഒരു സോഡാ സർവത്ത് കിട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഇത് സോഡാ സർവത്ത് മേടിച്ച് ഇതും മേടിച്ച് അവിടെ നിന്ന് വായിച്ച് അവിടെ കാണിച്ചത് എന്റെ പേര്, ഞാനാണ്. പിന്നെ ഉറപ്പായിട്ടും ലൈഫിലെ സിനിമാറ്റിക് മൊമെന്റ് ആണല്ലോ അത്. ഈ പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കണ്ട ഒരു മൊമെന്റ്. അമ്മ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും ഒരുമിച്ച്, രണ്ടുപേരും ഇല്ല ഇപ്പൊ. അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് ആ കണ്ട മൊമെന്റ് ഒക്കെ ലൈക്ക് അൺറിയൽ. വൗ ആണ്. ഏത് തിയേറ്ററിലെ കണ്ടെന്ന് ഓർമ്മയുണ്ടോ? കവിതയില് ആഘോഷമായിരുന്നല്ലോ, ഭയങ്കര ഈ ചെണ്ടമേളവും അതും ഇതും ബഹളമായിരുന്നു. അപ്പൊ തന്നെ ഇറ്റ് വാസ് ലൈക്ക് സച്ച് എ ഹ്യൂജ് മോബ്. വാവായിരുന്നു. അത് ഇതാണ് നമ്മൾ ചെയ്യുന്ന സമയത്തൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. യു ഓൺലി ഹാവ് ദാറ്റ് പസിൽ ടു സോൾവ്, ദാറ്റ് ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അല്ലാണ്ട് നമ്മളിപ്പോ റിലീസിന് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്റെ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് മെസ്സിങ്. നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതിന് പകരം നമ്മുടെ മുമ്പില് ഇപ്പൊ ഈ ഒരു ഇഷ്ടികയുണ്ട്, ഇവിടെ ഒന്ന് തേക്കണം, ആ ഒരു ഭാഗം മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ. അത് ചെയ്യും, ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വന്നോളും. അവസാനം വന്നതില് നാരായണയുടെ 3 ആൺമക്കള് സിനിമയ്ക്ക് ഷൂട്ടിംഗ് സ്വഭാവം ഉണ്ട്, അത്ര തന്നെ അതിലെ പാട്ടുകൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു പാട്ടിന് ഭയങ്കര സ്പേസ് ഉള്ള, ടു മ്യൂസിക്കൽ അല്ല സിനിമ, പക്ഷെ സിനിമ ബ്രീത്ത് ചെയ്യുന്ന ഈ പാട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൃത്യം ഗ്യാപ്പുകളിൽ അത് ഫില്ല് ചെയ്ത് പോകുന്ന പോലെ. അതിൽ ഈ വിരൽത്തോടും എനിക്കൊരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് പാട്ട് കൂടിയാണ്. നാരായണന്റെ 3 ആൺമക്കൾ ആ സിനിമയുടെ ടെറൈൻ, ഒരുപക്ഷെ ആ സിനിമ സ്കെയിൽ വൈസ് ചെറുതാണെങ്കിലും പറയുന്നത് ഭയങ്കര വലിയൊരു കോണ്ടന്റ് ആണ്. നാരായണന്റെ 3 ആൺമക്കൾ അതിന്റെ പാർട്ടാവുന്നത് പാട്ട്. സൂപ്പർ. ശരൺ വേണുഗോപാൽ ഒരു ദിവസം ഡിക്സൺ ചേട്ടൻ എന്നെ വിളിക്കും, ഡിക്സൺ പൊടുത്താസ്, രാഹുൽ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, നിന്നെ കാണണം എന്ന് പറയുന്നുണ്ട്, മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. ഭയങ്കര ഫാനാണ്, കുറെ പാട്ടൊക്കെ ട്രിപ്പ് ചെയ്യാറുണ്ട്, സ്ക്രിപ്റ്റ് ഒക്കെ കഴിയുമ്പോൾ നിന്റെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണ്ടെന്നാ പറഞ്ഞത്. പറഞ്ഞ് എൻ്റെ അടുത്ത് ഓക്കെ കഥ നറേറ്റ് ചെയ്യാൻ പറഞ്ഞു. കഥ കേട്ടു. കഥ കേട്ടപ്പോ ഞാൻ ഇതൊരു വീടിന്റെ അകത്ത് എന്ന് പറയുമ്പോ, അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി, എനിക്കറിയില്ലല്ലോ എന്താണ് ശരണ്ന്റെ മനസ്സിലുള്ളത്. അല്ല രാഹുൽ കേട്ടോ, അത് പ്രോപ്പർ പരിപാടി തന്നെ പിടിക്കുകയാണ്, അപ്പൊ കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം പ്രോപ്പർലി. പക്ഷെ ഐ വോണ്ട് ടു ടെൽ ദിസ് സ്റ്റോറി, എനിക്ക് ഈ കാര്യം ഒന്ന് പറയണം, ദിസ് ഇസ് മൈ ഒരു എനിക്ക് പറയേണ്ട ഒരു കഥയാണ്. ആൻഡ് ഐ വുഡ് ലവ് ഇറ്റ് ഇഫ് യു ആർ പാർട്ട് ഓഫ് ദ ജേർണി. ആ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ഷാരോട് അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ടോക്കിംഗ്. അപ്പൊ നമ്മുടെ ആ ഫസ്റ്റ് മീറ്റിംഗ് അത്രേ ഉള്ളൂ. കഥ പറഞ്ഞു, കേട്ടു. ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു കോംപ്രിഹെൻഡ് ഇതിൽ ഞാൻ എങ്ങനെയാണ് ഭാഗമാകുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ ഒരു സ്റ്റോറിയിൽ പാട്ടുകളോ അല്ലെങ്കിൽ അതിൽ സ്കോറിന്റെ, അപ്പൊ പറഞ്ഞ മെയിൻ ആണ്, സ്കോറാണ് മെയിൻ സംഭവം. പാട്ടുകൾ ഇതിൽ കയറി വരിക, സ്കോറിന്റെ പോലെ തന്നെ കയറി വരിക. ബട്ട് അഗെയിൻ വളരെ കുറച്ച് മ്യൂസിക് ഉള്ളൂ,
പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓരോ മ്യൂസിക്കും പക്ഷെ ഇറ്റ് ഷുഡ് ബി ലൈക്ക് പേൾ. കുറച്ചുള്ളൂ, ഒരു 8, 9, 10, 12 പീസുകളിൽ അപ്പുറം ഉണ്ടാവില്ല, അല്ലെങ്കിൽ 14 പീസ് മാക്സിമം ഉണ്ടാവും. കുറച്ചും കൂടെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ വയ്യ, എന്നാലും അത്രേ ഉള്ളൂ. പക്ഷെ ഉള്ളത് വല്ല മുത്തുമണി ആയിരിക്കണം എന്നുള്ളതൊരു സംഭവം. അപ്പോ ദാറ്റ് ഈസ് ആക്ച്വലി സോ ബ്യൂട്ടിഫുൾ. കാരണം നമുക്ക് ഓരോന്നിനെയും നമുക്ക് ആ പ്രീമിയം ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഫോർ എവറി ക്യൂ, ഫോർ എവറി പീസ് ദർ ഇസ് നോട്ട് മച്ച് നോയ്സ്. അധികം ശബ്ദബഹളങ്ങളൊന്നും ഇല്ലാണ്ട് ബ്രീത്ത് ചെയ്യാനുള്ള കഥാപാത്രങ്ങള്. പണ്ട് ഋതു ചെയ്യുന്ന സമയത്ത് ശ്യാം പ്രസാദ് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, when the characters talk, let them talk. You don't have to spoon feed the audience that this is what they are talking. But that's a different school of making അല്ലേ? അപ്പൊ അതൊരു വലിയ റെവലേഷൻ ആയിരുന്നു. ആ റെവലേഷൻ, ആ ഒരു ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എനിക്ക് ഈ ഒരു നാരായണിയുടെ പ്രോസസ്സ് ശരിക്കും ഫീൽ ചെയ്തു. കാരണം വെൻ ക്യാരക്ടേഴ്സ് ടോക്ക്, ലെറ്റ് ദം ടോക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു എ സിയുടെ ഹമ്മുണ്ട്, അല്ലെ അവിടെ ഒരു ചീവീടിന്റെ ശബ്ദം. ഇതാണ് റിയൽ വേൾഡ്. ഇവിടെ മ്യൂസിക് ഇല്ല. മ്യൂസിക് നമ്മുടെ മനസ്സുകളിലാണ്. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷം അതിലൂടെ ഒരു ബോണ്ട്, വാട്ട് എവർ, രണ്ടാളുകൾ എപ്പോഴും ഒരു ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഓൾവേസ് എ ബോണ്ട്, വാട്ട് എവർ ബോണ്ട് ഇറ്റ് ഇസ്. ആൻഡ് യു പാർട്ട് വേസ്, യു ഗോ ഓൺ യുവർ ഓൺ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളില്ലേ, അവിടെ മ്യൂസിക് അല്ലേ? That is the reality. I'm not talking about commercial films, but films that want to tell a story. അപ്പൊ അവരുടെ ആ സംസാരത്തിന് ശേഷമുള്ള അവരുടെ ചിന്ത എന്താണ്, നമ്മൾ സംസാരിച്ചത്, അതില് നമ്മൾ എത്ര ക്ലോസ് ആയി, അല്ലെങ്കിൽ നമ്മൾ എത്ര വൈബ് അവിടെ ക്രിയേറ്റ് ആയി, ആ തോട്ടിലാണ് മ്യൂസിക്കിന് പ്രാധാന്യം വരിക. അപ്പൊ അത് സെയിം തോട്ട് പ്രോസസ്സാണ് നാരായണിയിലും ഉണ്ടായിരുന്നത്. അപ്പൊ അതില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ്, എന്ത് രസമായിട്ടാണ് അവർ ചെയ്ത് ചെറിയ. അപ്പോ ഈച്ച് ക്യൂ വാസ് ഫോർ മീ, ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് ഒരു അടിപൊളി സാധനം. അതായത് ആ ഒരു സ്പേസിൽ നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു കാര്യം പറയാൻ പറ്റും, അത് ചെയ്യാം എന്നുള്ളൊരു സംഭവം. ആൻഡ് ദെൻ ഹി ഹാഡ് ഇനഫ് ടൈം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, ഇഫ് ദർ ഇസ് ടൈം, ഇറ്റ് ഈസ് ഈദർ ടൈം ഓർ മണി. രണ്ടും ഒരുമിച്ച് വരാൻ സാധ്യത വളരെ കുറവാണ്. ടൈം ഈസ് മണി എന്ന് പറയും, അത് വേറൊരു കാര്യം, അത് മറ്റൊരു ഫിലോസഫിക്കൽ ലെയറിൽ. It's either time or money. If there is less money and there is more time, and if the vision is right, then it is always beautiful to be part of something like that. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സ്കിൽ സെറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു 2-3 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നാള് ആയിരിക്കും നമ്മളതിൽ. ആ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സ്ലൈസ് ആണത്. നമ്മുടെ ലൈഫിൽ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഇത്രയും നമ്പർ ഓഫ് ബ്രെത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ദൈവം പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ആൻഡ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് വർത്ത് വൈൽ. ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഫോർ മീ നാരായണി വാസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓരോ ഈവൻ അതിൽ ഓരോ കാര്യങ്ങളും, എവറിത്തിങ്, സോങ്സ് ആണെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിരൽ തൊടും എന്ന് പറഞ്ഞ പാട്ടിനെ പറ്റി പറഞ്ഞു. വിരൽ തൊടും ദ റെഫറൻസ്, അതിലൊരു പാട്ട് ഓൾറെഡി രഞ്ജിഷ്, അതിൽ ആ രഞ്ജിഷ് സഹി ഉണ്ടല്ലോ, രഞ്ജിഷ് ഹി സഹി ദിൽ ഹി ദുഖാനെ കെ ലിയേ, അത് ആ പടത്തിൽ റെഫറൻസ് ഉണ്ട്. that other guy is calling her രഞ്ജിഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്. അപ്പൊ ശരൺ അവിടെ ആ പാട്ടാ വെച്ചിരുന്നത്. നിങ്ങളിത് ഈ സിനിമ കേൾക്കുമ്പോഴാണല്ലോ, ഇപ്പൊ പാടുമ്പോഴാണല്ലോ എനിക്ക് നേരെ കണ്ടു ചെയ്തൊരു mid-90s കൊൽക്കത്ത, അവിടെ ലിറ്ററലി ആണ്. അപ്പൊ അത് ആദ്യം വെച്ചിരുന്നു. അപ്പൊ എന്നോട് രാഹുലേട്ടാ, ഇവിടെ ഈ പാട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം ഇട്ട് നോക്കിയതാ എങ്ങനെയാണ്, വാട്ട് ഈസ് പോസിബിൾ, ബിക്കോസ് ദാറ്റ് വാസ് എച്ച്ഡ് ഇൻ ഹിസ് മൈൻഡ്. അപ്പൊ റൈറ്റ്സ് ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ഇൻ മൈൻഡ്. ഈ ഒരു പാട്ടിനൊരു സർട്ടൺ കോർ ഉണ്ട്, സർട്ടൺ മ്യൂസിക്കൽ സെൻസിബിലിറ്റി ഉണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്കുണ്ടാക്കാം. അത് നോട്ട് ഈവൺ ഇൻസ്പയർഡ്, പക്ഷെ സംതിങ് ദാറ്റ് ഫിറ്റ്സ് ഇൻ ടു ദാറ്റ് വേൾഡ്. അപ്പൊ അതിലൊരു സെൻഷ്വാലിറ്റി ഉണ്ട്, ഒരു ലോങ്ങിങ്നെസ് ഉണ്ട്. അടുത്തിരിക്കുമ്പോൾ തന്നെ അകലെയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്, അകലെ ആയിരിക്കുമ്പോൾ അടുത്ത് വരണം എന്നുള്ള ഫീലിംഗ്, എല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ബാഗ് ഓഫ് ഇമോഷൻസ് ആണ്. അപ്പൊ അത് അതിനടുത്ത് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, പാട്ടുണ്ടാക്കിയാലും അതൊരു 40 സെക്കൻഡ് ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല, നോ വറീസ്. ആ 40 സെക്കൻഡ് മതി, നമ്മൾ ആഡ് 30 സെക്കൻഡ് ചെയ്യും ഇല്ലേ? അപ്പൊ that 40 സെക്കൻഡ് is enough if that 40 സെക്കൻഡ് is
worth. അമേസിങ് ഉം. എന്നുള്ളതാണ്. ഉം. അപ്പൊ ഈ അഗെയിൻ അതിലുള്ള ഒരു ഇത് പറഞ്ഞാൽ ഈ സെൻഷ്വാലിറ്റി വിച്ച് ഇസ് നോട്ട് ഫോഴ്സ്ഡ്. ഉം, ഉം, അതെ. സെൻഷ്വാലിറ്റിയിലോട്ട് എത്തിയിട്ടില്ല, ബട്ട് ഇറ്റ് ക്യാൻ റീച്ച് എന്നുള്ളൊരു ഉം. ക്ലൂവും ഒക്കെ ഉണ്ടാവാം. അതെ. അപ്പൊ അതില് ഹൗ അബൌട്ട് സോങ് ദാറ്റ് ഇസ് ലൈക്ക് ടോക്കിംഗ് ഉം. Conversation. Conversation. ആ കോൺവെർസേഷൻ ഹാസ് എ മെലഡി. ഉം. അപ്പൊ വിരൽ തൊടും നന ഉം. നന ന. അത് വേണമെങ്കിൽ സംസാരിക്കുന്ന പോലെ പറയാം, അതെ, ചൊല്ലാം പറയാം. ചൊല്ലാം. So that is, for me it is very beautiful. ഈ ഇതെല്ലാം പറയുമ്പോഴേ ഇമോഷൻസ്, ഈ പറഞ്ഞ മ്യൂസിക് എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ക്യൂരിയസ് ആവുന്നത് ഈ കുഞ്ഞ് രാഹുൽ രാജ് ഉണ്ടാവല്ലോ, ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടാവല്ലോ, മ്യൂസിക് ആയിരിക്കും. ഇതിലൊരു ഹൈ കിട്ടുന്ന ടൈം ആയിരിക്കാം. പണ്ട് ഈ CD ഒക്കെ എടുത്ത് കാസറ്റ് ഒക്കെ എടുത്ത് പാട്ടുകൾ കേട്ടിരുന്ന സമയമായിരിക്കാം. എവിടെ ശരിക്കും മ്യൂസിക് ഹിറ്റ് ചെയ്യുന്നത്? എന്താ മ്യൂസിക്കിൽ എന്തുണ്ട് ഇതിലെന്തോ മാജിക് ഉണ്ട്, അതൊന്ന് ക്രാക്ക് ചെയ്താൽ കൊള്ളാം. ഇത് എവിടെയാ ശരിക്കും കിട്ടുന്നത്? ഇറ്റ് വാസ് വേ ബാക്ക് സ്കൂൾ ടൈം മുതൽ തന്നെ. ലൈക്ക് ഐ സ്റ്റാർട്ടഡ് കമ്പോസിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങാനുള്ള മെയിൻ കാരണം എനിക്ക് ഹൈ നോട്ട്സ് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പാടുന്ന പാട്ടുകൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ പ്രമദവനൊക്കെയാണ്, അത് എനിക്ക് പറ്റില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ എനിക്ക് പാടാൻ ഞാൻ ഉണ്ടാക്കണം. ബിക്കോസ് ഐ എം നോട്ട് സീയിങ് തിങ്സ്. നമുക്ക് മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ അതിനുള്ളൊരു പാട്ട് എനിക്ക് തപ്പിയെടുക്കാൻ, അങ്ങനെ തപ്പാനുള്ള അവന്യൂസ് ഒന്നും ഇല്ല. ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് സോങ്സ് വെറുതെ ഹമ്മിങ് ടു സിങ്, എനിക്ക് പാടാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതിൽ എന്തെങ്കിലും ഡമ്മി വേർഡ്സ് ആഡ് ചെയ്യും. ആ സമയത്ത് വല്ല നൈരാശ്യമാണെങ്കിൽ അതായിരിക്കും ലിറിക്സ്, ആ സമയത്ത് സന്തോഷമാണെങ്കിൽ അതായിരിക്കും ലിറിക്സ്, ലിറ്ററലി. ആൻഡ് ഐ നോ ദാറ്റ് നോബഡി ഈസ് ഗോയിങ് ടു ഹിയർ ഇറ്റ്, സോ വാട്ട്. അപ്പൊ ദാറ്റ് വാസ് പ്രോബബ്ലി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് സ്വയമായിട്ടുള്ള. പിന്നെ റോജ ഹാപ്പൻഡ്. ഇതിനു മുമ്പാണ് ഈ പറയുന്ന കമ്പോസിംഗ് ഒക്കെ പരിപാടി. റോജ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടോ, ഇതിന്റെ പുറകിൽ ഒരു ഉണ്ടാക്കുന്ന ആളുണ്ടല്ലേ. അതിനു മുമ്പ് നമ്മൾ അത് നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ അതിനുമുമ്പ് ആകെ മെയിൻ ആയിട്ട് അത് ശ്രദ്ധിച്ചത് പ്രോബബ്ലി ഫോർ ദളപതി ആയിരുന്നു. ദളപതി വാസ് വാവ്, രാജ, ഭയങ്കര ഒരു സംഭവമായിരുന്നു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് നോട്ടീസിങ് പീപ്പിൾ, ഡയറക്ടർ, അതൊക്കെ നോട്ടീസ് ചെയ്ത് തുടങ്ങി. ഈ മറ്റേ നാനാവെള്ളി നക്ഷത്രം, ചിത്രഭൂമി വൗവായിരുന്നു, വൗ ടൈംസ് ആയിരുന്നു. അപ്പൊ അതില് ഈ ന്യൂസുകൾ വായിച്ച് അതിലെ ഓരോ സ്റ്റോറി മനസ്സിലാക്കുന്നു. യു വോണ്ട് ബിലീവ് മീ ഇഫ് ഐ ടെൽ യു ദെർ വാസ് എ സോങ്, അത് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, ഇതിൽ ലിറിക്സ് ഉണ്ടാവും. ഇറങ്ങിയ സിനിമ പാട്ട്, ഷൂട്ട് നടക്കുന്നു, നാഗരയിൽ നിന്നും ഒഴുകി വന്ന ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വിട്ടിട്ടുണ്ടാവും ലിറിക്സ്. അപ്പൊ അവിടെ അതിനോടനുസരിച്ച് അവര് ചൂട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഈ ലിറ്ററൽ ഫീച്ചേഴ്സ് ഉണ്ടാവും സിനിമ ഷൂട്ടിന്റെ. ഈ പാട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല, ലിറിക്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ലിറിക്സ് നോക്കി ഞാൻ ഒരു പാട്ട്, ഒരു പല്ലവി ചെയ്തിട്ടുണ്ട്. കാണുമ്പോ ഞാൻ ഇരുന്ന് ഇതുപോലെ, ഇതെങ്ങനെ പാടി എങ്ങനെ ഇരിക്കും, യു വോണ്ട് ബിലീവ് മീ, ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ദ സെയിം ട്യൂൺ. ഐ ഡോണ്ട് നോ വൈ. അതപ്പോ അതൊരു ഞാൻ പറയാതെ ഏത് പാട്ടാന്ന് പറയാതിരിക്കാൻ കാരണം, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഐ ഫീൽ ദർ ഇസ്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മോർ ദൻ ദാറ്റ് വി ആർ ട്യൂണിങ് ടു എ സർട്ടൻ ഫ്രീക്വൻസി എന്ന് എനിക്ക് ഫീൽ ചെയ്യണേ. ഇപ്പൊ അതുപോലും ആ ഉണ്ടാക്കിയത് എന്റെ കഴിവോ മെറിറ്റ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇറ്റ് ഇസ് സം ഫ്രീക്വൻസി ദാറ്റ് യു ട്യൂൺ ടു. അല്ലെ നമ്മള് there are things around and we just need to get into the vibe. നമ്മൾ ചിലപ്പോൾ ഇപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആളുകൾ പറയും. ഇപ്പൊ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ വെരി, നമ്മളൊരു റിലീജിയസ് ടാസ്ക് അല്ല അത്. നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ പോലും, ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ പോലും, ഒരു 5 minutes if you close your eyes and sit, your brain will start functioning better. You will start making better patterns, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ട്യൂണിങ് ടു സർട്ടൻ ഒരു ഫ്രീക്വൻസീസ് അപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങള്, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ഈവൻ ഞാൻ പറയാം, തന്നെ പോയിട്ട് ശ്രീധറി പോയിരുന്ന് ലാസ്റ്റ് ഓഫ് ദ മോഹിക്കൻസ് കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയാം. ലിറ്ററലി ഐ ലവ് ദാറ്റ് വേൾഡ്. ആ ഒരു പീരിയഡ് വേൾഡും അത് പകുതിയും ഇംഗ്ലീഷ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്ങനെ അവരുടെ ആക്സന്റ് മനസ്സിലാവൊന്നുമില്ല, പക്ഷെ പിടിച്ച് വിഷ്വല് കണ്ട് മനസ്സിലാക്കിയ മ്യൂസിക്, ആ തീം എനിക്ക് അന്നേ, ഞാൻ അവിടുന്ന് ബസ്സില് പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ മുതൽ ആ ട്യൂൺ എൻ്റെ മനസ്സിലുണ്ട്. സോ ഐ യൂസ് ടു വാച്ച്. അത് നമ്മുടെ ഒരു അറിയാണ്ടുള്ളൊരു ലേണിംഗ് പ്രോസസ്, എന്തിനാണെന്ന് അറിയാതെ ഉള്ളൊരു ലേണിംഗ് പ്രോസസ്. ആൻഡ് ഈവൻ ആഫ്റ്റർ റോജ ഹാപ്പൻ,
VCR-ലൊക്കെ ഈ ഇതിന്റെ ഈ ഇതിറങ്ങും, റോജ തിരുട തിരുട, യോദ്ധ, ഇത് VCR-ൽ നിന്ന് പ്ലേ ചെയ്തിട്ട് കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്തിടും. പിന്നെ ഇത് 24 hours പ്ലേ ചെയ്യും. 24 hours. അത് എന്തിനാന്നറിയില്ല, ബിക്കോസ് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അപ്പൊ ഇത് വേറെ ഒന്നും കിട്ടില്ലല്ലോ നമുക്ക്. മറ്റേ പാട്ട് വേണമെങ്കിൽ 10 രൂപയ്ക്ക് റെക്കോർഡ് ചെയ്ത് തരുന്ന സ്ഥലങ്ങളുണ്ട്, മറ്റേ സ്റ്റെയർ കേസിന് അടിയിലുള്ള കടകളില്. അത് അവിടെ പക്ഷെ ഈ സാധനം കിട്ടില്ല. അപ്പൊ ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നും കിട്ടാനുമില്ല, ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുമില്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും എങ്ങുമില്ല. ബട്ട് അതിൽ പിന്നിലുള്ള മ്യൂസിക്, തിരുടാത്തിരുടയിലെ ആ ചേസി മ്യൂസിക്, യോധയിലെ ആ ഓരോന്നും. അപ്പൊ എനിക്കിത് കേൾക്കണമെങ്കിൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിടും. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് ഫുൾ ടൈം ഇറ്റ് ഇസ് പ്ലേയിങ്. നമ്മൾ എന്ത് ചെയ്താലും, ഊണ് കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ ഈ മ്യൂസിക് ഇസ് ഓൾവേസ് പ്ലേഡ്. അപ്പോൾ സർട്ടൺ കൈൻഡ് ഓഫ് സെൻസിബിലിറ്റി ഗോട്ട് ഇൻഗ്രൈൻഡ് ആ സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ബസ്സിലിരുന്നിട്ട് നമ്മൾ സിനിമ കഥകൾ ക്രിയേറ്റ് ചെയ്യും തന്നെ. അപ്പൊ അവിടെ ഒരു വലിയൊരു ഐലൻഡ്, അവിടെ ഹെലികോപ്റ്ററിൽ പോകുന്നു, അവിടെ മറ്റേ സാത്താൻ സേവ, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് സ്കൂളിലാ. അത് കണ്ടുപിടിക്കുന്നു, അത് അണ്ടർഗ്രൗണ്ട്. ആ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഏതോ ഒരു, എനിക്ക് തോന്നുന്നു അഗത ക്രിസ്റ്റി ഏതോ ഒരു സാധനം, ഒരു ബിഞ്ച് വാച്ച് ചെയ്ത ഒരു സാധനമുണ്ട്. ബിഞ്ച് വാച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയോ നടന്നു പോയപ്പോ കണ്ടതിനാ ഞാൻ ബിഞ്ച് വാച്ച്. അതിൽ നിന്നൊരു തോട്ട് വന്നതാണ്. അപ്പൊ കാണുന്ന ഇതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യണം. അപ്പൊ ഐ ഡിഡ്ന്റ് നോ, പ്രോബബ്ലി ഇറ്റ് വാസ് ലീഡിങ് ടുവേർഡ്സ് സർട്ടൻ പാത്ത്. പിന്നീട് നമ്മൾ ഇതിലോട്ട് വന്നപ്പോൾ സ്ട്രക്ചേർഡ് ആയത് ഒരു കീബോർഡ് കൈ കിട്ടിയപ്പോൾ. അച്ഛൻ എനിക്കൊരു റോളണ്ട് XP 850 കീബോർഡ്, ആ സമയത്ത് 75,000 രൂപ എന്തൊക്കെയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 94. അത് ആ സമയത്ത് ഒരു വലിയ, പുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് മേടിച്ചതാ. എന്നെ കൊണ്ട് ചെന്നൈ പോയി, ഞാനും പുള്ളിയും കൂടെ, അച്ഛനും കൂടെ ചെന്നൈ പോയിട്ട് പ്രോ മ്യൂസിക് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് അത് മേടിച്ചു. അപ്പൊ AR റഹ്മാൻ എന്താ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കണേ. പക്ഷെ ഇത് നോക്കിയിട്ടൊന്നും പുള്ളി ഉപയോഗിക്കുന്ന സൗണ്ട് ഒന്നും ഇല്ല. എന്നാലും ഇത് മേടിച്ചോണ്ട് ദാറ്റ് ഇസ് വാട്ട് ലെറ്റ് മീ ഗെറ്റ് എ മോർ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടുവേർഡ്സ്. അത് കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയത് റഹ്മാന്റെ മ്യൂസിക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രോഗ്രാമിംഗ് പക്ഷെ അതിനുള്ള സൗണ്ടുകളില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഉർവശി, അതിൽ ബിഗിനിങ്ങിൽ ഒരു ബേസ് ഈ എക്സാക്ട് സൗണ്ട് ഇതിലില്ല. അപ്പൊ ഇതിനോട് ഏകദേശം തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദം എടുത്തിട്ട് അതിലുള്ള ഓരോന്നിട്ട് തിരിക്കും. അപ്പൊ തിരിക്കുന്നതൊക്കെ അതിൻ്റെ അകത്തുള്ള സെറ്റിങ്ങുകളാണ്. ഹൈ പാസ് ഫ്രീക്വൻസി, ലോ പാസ് ഫ്രീക്വൻസി, അത് ഇത് അനലോഗ് ഫിൽറ്ററിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയാതെ നമ്മൾ ഓരോന്നും മാറ്റി നോക്കുമ്പോൾ ഈ ശബ്ദം കിട്ടുന്നവരെ മാറ്റിക്കൊണ്ടിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ സേവ് ചെയ്യും, ആ സേവ് ആയി. അല്ലെങ്കിൽ ഒരു സ്ട്രിങ് സൗണ്ട്, ആ ഒരു ബോംബെ തീം, അതൊക്കെ എത്രയോ വയലിൻ പ്ലേയേഴ്സ് ഇരുന്ന് വായിച്ച സാധനം. ഈ സൗണ്ട് ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ ഓരോ സൗണ്ടും കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തിനാന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഇത് ബേസിക്കലി ഐ വാണ്ടഡ് ടു ഡു മ്യൂസിക് പ്രോഗ്രാംസ് ഇൻ കോളേജ്. അപ്പൊ ഉർവശി, ഹമ്മ, കാതൽ ദേശം, ഇതൊക്കെ ഹലോ ഡോക്ടർ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഷോ നടത്തുമ്പോൾ ഇത് ആരും കേട്ടിട്ടില്ല. റഹ്മാന്റെ പാട്ടുകൾ ആരും റെപ്ലിക്കേറ്റ് ചെയ്യില്ല, ഗാനമേളക്കാർ ചെയ്യില്ല, കാരണം ഈ ടോൺസ് ഇല്ല. അപ്പൊ അതായിരുന്നു അതാണ് വന്ദേ മാതരം ഷോ എന്നൊക്കെ പറഞ്ഞ് നടത്തുമായിരുന്നു ആ സമയത്ത്. എക്സാക്ട്ലി. എന്നിട്ട് ആ ടോൺ എന്നൊക്കെ പറഞ്ഞ അതേ ടോണൊക്കെ പിടിച്ച് ദാറ്റ് വാസ് എ ലേണിംഗ്. നമ്മൾ പോലും അറിയാതെ ഉള്ളൊരു ദാറ്റ് വാസ് പ്രോഗ്രാമിംഗ് ആക്ച്വലി. അപ്പൊ ആ പ്രോഗ്രാമിംഗ് എന്നുള്ളത് പ്രോഗ്രാമിംഗ് ആണെന്ന് അറിയാതെ ചെയ്യുകയാണ്. ബട്ട് ആ ഈ പറഞ്ഞ ആ ടൂള് കയ്യിൽ വന്നത് കൊണ്ടാണ് ആ ഒരു, അല്ലെങ്കിൽ ഒരിക്കലും ഇത് നമുക്ക് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ ഈ ഒരു പ്രോസസ്സ്. ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഫോർ മീ. എനിക്കൊരു കിട്ടിയേക്കുന്ന എന്തെങ്കിലും ഒരു സ്വത്ത് എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോ ഇരുന്ന് ഈ സംസാരിക്കുന്ന